ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് 6:30 ആയിട്ടുണ്ട് എഴുന്നേറ്റിട്ട്. അപ്പോൾ ഇന്ന് ശ്രീകുട്ടൻ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ ചോറഞ്ച് ഇന്നലെ കുറേ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവൻ എടുത്ത് ഞാനങ്ങനെ ചോറ് കളയാറൊന്നുമില്ല കേട്ടോ. പരമാവധി കേടായ കളയും, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലാത്ത ചോറ് അങ്ങനെ നല്ല ചോറ് എടുത്ത് കളയില്ല. ചിലരെങ്കിലും പറയണം, ഞാൻ കേട്ടിട്ടുണ്ട് തലേദിവസത്തെ ചോറ് ഒട്ടും എടുക്കില്ല എന്ന്. പക്ഷേ എനിക്കങ്ങനെ അത് കളയാൻ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റണുള്ളൂ. പിന്നെ ഒരു വഴുതനങ്ങ മെഴുക്ക് പറ്റിയാണ് വെക്കണത്. അപ്പോൾ അത് എന്തായാലും ഞങ്ങൾക്ക് 2 നേരത്തേക്ക് ഉണ്ടാവും. പിന്നെ വൈകുന്നേരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പിന്നെ അധികം പണിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ നേരത്തെ എഴുന്നേൽക്കാഞ്ഞത് കേട്ടോ. പിന്നെ ഇന്നലെ ഇത്തിരി വൈകിട്ട് തന്നെ കിടന്നത്. അപ്പോൾ വഴുതനങ്ങ ചേട്ട അരിഞ്ഞ് തന്നു. ഞാനിങ്ങനെ മുറിച്ച് കൊടുക്കില്ലേ, അങ്ങനെ ആക്കി കൊടുത്തു. ചേട്ട വേഗം അരിഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് അരിയിൽ കഴിഞ്ഞ്. പിന്നെ ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ ചതച്ചൊക്കെ ഇട്ട് മൂപ്പിച്ച് അവിടെ വഴുതനങ്ങ ഇട്ട് കൊടുത്തു. വഴുതനങ്ങ മെഴുക്ക് പറ്റിയോട് എനിക്ക് വലിയൊരു ഇഷ്ടമെന്ന് പറയാനില്ല. പക്ഷേ ഇവിടെ ആദ്യത്തിനും ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാനും കഴിച്ചൊക്കെ ചെയ്തു. നമുക്ക് ഭയങ്കര ഇഷ്ടമായത് മാത്രമല്ലല്ലോ എപ്പോഴും കഴിക്കാം. അത് അടുപ്പത്തിട്ടപ്പോഴേക്കും ചോറ് തിളച്ചു കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിക്കണം. തലേദിവസത്തെ ചോറല്ലേ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേടൊന്നായിട്ടില്ല. എന്നാലും ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഞാൻ വീണ്ടും തിളപ്പിക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് മുറ്റത്ത് ഞാൻ അരിപ്പയിലേക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ മുറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അരിപ്പയിലേക്ക് ഇങ്ങോട്ട് കമ്മഴ്ത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ പിന്നെ വേഗം പണി കഴിഞ്ഞല്ലോ, അങ്ങനെ ചെയ്യും. പിന്നെ വഴുതനങ്ങി പിന്നെ ആ മൂലക്കലേക്ക് മാറ്റി വെച്ചു. ഈ തറ്റത്ത് വയ്ക്കുമ്പോൾ എൻ്റെ കൈ ഇടയ്ക്കൊന്ന് തൊട്ട് പൊള്ളലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം പരമാവധി ഈ അറ്റത്ത് മറ്റേ 2 സ്ഥലത്ത് ഫില്ലായാലാണ് ഇപ്പുറത്തേക്കും പരമാവധി വെക്കുക കേട്ടോ. പിന്നെ ആ മൂലക്കലത്തെ അടുപ്പ് ഒരെണ്ണം അധികം അങ്ങോട്ട് ചെറിയ അടുപ്പാണ്, കാര്യമില്ല. പിന്നെ എപ്പോഴും ചോറ് ഊറ്റി വയ്ക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ അടച്ച് വയ്ക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കുറച്ചൊന്നായി പോയിട്ട് അടച്ച് വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ വഴുതനങ്ങ ഉപ്പേരി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. വഴുതനങ്ങ ആയാലും പടവലങ്ങ ആയാലും ഒക്കെ കേട്ടോ. അപ്പം ഞാൻ ചേട്ടനെ കൊണ്ട് തൊടിയിക്കേ ഇല്ല കേട്ടോ. ചേട്ടൻ അങ്ങനെ ഇളക്കാനൊക്കെ ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ. പക്ഷെ ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തൊടരുതെന്ന് പ്രത്യേകം പറയും. എന്താ വെച്ചാൽ ചേട്ടൻ ഇളക്കി കഴിഞ്ഞാൽ അതെന്തായാലും ഉടഞ്ഞിട്ടുണ്ടാവും. അത് ഞാൻ അങ്ങനെ തൊടരുന്ന് പറയും കേട്ടോ. അത് ഒന്ന് വെന്തതിന് ശേഷം പിന്നെ ഞാൻ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് മെഴുക്കിൽ തന്നെ കിടന്ന് ഇങ്ങനെ നല്ല ഡ്രൈ ആവില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് അത് അടിപൊളി ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞല്ല, കാര്യമായിട്ടുള്ള പാത്രം കഴുകാനോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് ഒരു 5 മിനിറ്റ് ഇരുന്ന് ചായ കുടിച്ചാൽ പിന്നെ ഒരു റിലാക്സ് ആയ മാതിരിയാണ്. അപ്പം ഞാൻ ഇത്ര നേരം എന്ന് പറയുന്നത് ചേട്ടനായില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് വേഗം കൂടെ ആക്കി. പിന്നെ അവരെയൊന്നും കഴിഞ്ഞിട്ടില്ല, ചേട്ടൻ്റെ കുളിയും ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് ചായ കുടിക്കുക, അപ്പോഴേക്കല്ല ചോറൊക്കെ പാർത്തി കൊടുക്കണ്ടോ. അതിനിടയ്ക്ക് ചേട്ടൻ്റെ ചോറ് പാർത്തി കൊടുത്തു കേട്ടോ. ചേട്ടൻ പോയി. പിന്നെ നമ്മുടെ ആദ്യത്തെ കൂട്ടനുള്ള ചോറാണ് പകർത്തുന്നത്. അപ്പോൾ വഴുതനങ്ങി മെഴുക്ക് പറ്റി ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെമ്മീൻ പൊടിയാണ്, ഇന്ന് കണ്ണിമാങ്ങ അച്ചാറല്ല കൊടുത്തത്, ചെമ്മീൻ പൊടിയാണ്. പക്ഷെ അവന് വായിൽ പോളുള്ള കാരണം ഭയങ്കര എരിവെന്ന് പറയുന്നുണ്ട്. എന്നാലും കൂട്ടുകാർക്കൊക്കെ കൊടുക്കാമല്ലോ, അവന് പറ്റിയില്ലെങ്കിലും. അപ്പോൾ അവരങ്ങനെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടാണ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അവന് പറ്റിയില്ലെങ്കിൽ പിള്ളേർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ. അവനുള്ളത് ഞാൻ കണ്ണിമാങ്ങ അരിഞ്ഞിടും, ഉപ്പില്ലാത്ത. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഐസ് അലിയിച്ച് കളയാനൊരു ബട്ടൺ പ്രസ് ചെയ്യില്ലേ, അത് 3 ദിവസം കൂടുമ്പോൾ ശരിക്കും പ്രസ് ചെയ്യണം. ഞാൻ പക്ഷേ കുറേ ദിവസമായിട്ട് അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ അതിൽ നിറയെ ഐസ് പിടിച്ചേക്കാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഇന്നലെ രാത്രിയെ അമർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഐസൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകുമല്ലോ, അത് കാരണം കൊണ്ട് അടുക്കളയിൽ ആകെ വെള്ളമായി. അപ്പോൾ അതൊക്കെ തുടക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വലിയ ഐസും കട്ടകൾ നമുക്ക് എടുക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ വേഗം എടുത്ത് പുറത്തേക്ക് കളഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ എടുക്കാൻ കിട്ടി, മുഴുവനൊന്നും കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടിട്ട് വേഗം കളയാണ്. പിന്നെ അതോടുകൂടി നമ്മുടെ ഫ്രിഡ്ജും കൂടി ഒന്ന് തുടയ്ക്കാൻ വെച്ചാൽ അടിപൊളിയാണ്. പക്ഷേ അടുക്കള നല്ല വൃത്തിയായി കേട്ടോ. എന്നുവെച്ചാൽ ഈ വെള്ളം മുഴുവൻ പോവില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ തുടച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ അടുക്കള നല്ല ക്ലീനായി കിട്ടിയിട്ട് മുക്കും മൂലയും ഒക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് തുടച്ച് ഞാൻ അതോടുകൂടി. അതൊക്കെ വൈകുന്നേരമാണ് ചെയ്തത് കേട്ടോ. രാവിലെ ഞാൻ അത്യാവശ്യം തുടച്ച് വീണ്ടും വലിയൊരു തുണി ഫ്രിഡ്ജിൻ്റെ ചുറ്റും ഇട്ടിട്ടൊക്കെയാണ് ജോലിക്ക് പോയത്. ഇത്ര ഐസ് കിട്ടിയിട്ടാണ്. അപ്പം ഞാൻ കണ്ണിമാങ്ങ വലുതുണ്ടോ നോക്കാൻ പോയത്. അപ്പോൾ ചെരുപ്പിടാണ്ടാണ് കേട്ടോ പോണതെന്ന് വെച്ചാൽ ആ പുലിയിൽ കിടക്കുമ്പോൾ കണ്ണിമാങ്ങ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ പെട്ടെന്ന് കാണാമല്ലോ. ചെരുപ്പിട്ടിട്ട് ചവിട്ടിണെങ്കിൽ അതിൻ്റെ പണിയും കഴിയും, അപ്പോൾ കാര്യമില്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ഇന്ന് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടാണ്. ഇത്തിരീശ വലുതായി തുടങ്ങി മാങ്ങയൊക്കെ.
ഞാൻ വലുതായപ്പോഴാണ് കണ്ടത്. നമ്മുടെ മാവല്ല കേട്ടോ, ചേട്ടൻ്റെ അടുത്ത മാവാണ്. പക്ഷേ എന്താ പറയുക, കട മാത്രം അവരുടെ പറമ്പിലുള്ള, തലയൊക്കെ നമ്മുടെ പറമ്പിലാണ്. പിന്നെ ഇപ്പോൾ അവരുടെ അല്ല. അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് പോയി പൊട്ടിക്കാം. അപ്പം അങ്ങനെ കണ്ണിമാങ്ങ പറക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി പറക്കാം കേട്ടോ, കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. പക്ഷെ സമയം അധികം ഇല്ല. അപ്പം ഞാൻ ഇത്രയും പറക്കി വേഗം പോന്നു. പിന്നെ ഞാൻ എൻ്റെ കിടക്കവിരി ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ച് കിടന്നുറങ്ങാൻ നേരത്ത് നമ്മൾ ഈ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കോളി കഴിഞ്ഞ് ഞാൻ ഓടി വരുമ്പോഴേക്ക് അപ്പം തന്നെ കിടക്കണമെന്ന് ഇങ്ങനെ തോന്നും കേട്ടോ, വേഗം കണ്ണടക്കണമെന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ മടിച്ച് രാത്രി മാറ്റാണ്ട് ഇപ്പോൾ അപ്പോൾ പിന്നെ വിചാരിച്ചു ഇപ്പം ഇങ്ങോട്ട് മാറ്റിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ചേർച്ചയുള്ള തലവണ കവർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിരുന്നു, അത് കീറിപ്പോയിട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു 5-8 തലവണ കവർ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിന് ചേർന്ന 2 തലവണ കവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് പിന്നെ അതോടുകൂടി ഇങ്ങോട്ട് അടിച്ച് വാരി ഇങ്ങോട്ട് പോന്നു. പിന്നെ ഹോളും ആദ്യത്തിൻ്റെ റൂം പിന്നെ ഇപ്പോൾ അടിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇവർക്ക് പരീക്ഷയാവുമ്പോൾ പഠിക്കുമ്പോൾ എന്താ പറയുക, നിരത്തി അങ്ങോട്ട് ഇടും. എന്നിട്ട് പിന്നെ അപ്പോൾ നമ്മൾ തൊടാൻ പാടില്ല. പരീക്ഷ കഴിയുമ്പോൾ ഞങ്ങൾ ഉടുപ്പാക്കിക്കോളാം എന്നാ പറയുള്ളൂ. അപ്പോൾ പിന്നെ അത് കാരണം ആ റൂമിലേക്കൊന്നും ഞാൻ പോകാൻ പോയില്ല. ഞാൻ ഈ ഞങ്ങളെ റൂമും ഹോളും ഈ വരാന്തയൊക്കെ അടിച്ച് ഇങ്ങോട്ട് പോന്നു കേട്ടോ. മുറ്റടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 8 മണിയാവും, 5 മിനിറ്റ് 8:25 വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് അപ്പോൾ എനിക്ക് കറക്റ്റ് ബസ് കിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് പിന്നെ എൻ്റേതായ പരിപാടികളിലേക്ക് പോയി. പിന്നെ അതാ വൈകുന്നേരം വന്നപ്പോൾ ആകെ ഞാൻ പറഞ്ഞില്ലേ നിറയെ വെള്ളമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഐസും കട്ടകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞ് പിന്നെ അടുക്കള നന്നായിട്ട് തുടച്ച് പിന്നെ അവിടെ വിരികളൊക്കെ വലിയ ചവിട്ടിയൊക്കെ കൊണ്ടിട്ട് വിരിച്ചു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചോറില്ല, ശ്രീകുട്ടനോട് ഉച്ചയ്ക്ക് അവൻ മുട്ട പൊരിക്കലും സോയ ഉണ്ടാക്കലും അങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയിട്ടാണ് ഇരുന്നായിരുന്നത്. അപ്പോൾ അവർക്കുള്ള വേഗം മുട്ട പുഴുങ്ങാൻ വെച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും പൂച്ചക്കുട്ടന്മാർ സൊയിരിയില്ല. അപ്പോൾ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്കതൊന്ന് ചെമ്മീൻ പൊടിച്ച് കൊടുക്കണം. അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എനിക്കിപ്പോൾ സമയമില്ല എന്നൊന്നും. അവർ എന്നെ കാത്തിരിക്കുകയാണ്. 5 മണിയൊക്കെ ആകുമ്പോഴേക്കും അവരവിടെ കാത്തിരിക്കുന്നതാണ് പറയണത് തന്നെ. അപ്പോൾ പിന്നെ അവർക്ക് വിശന്നിട്ടല്ലേ, കാലത്ത് കൊടുത്തിട്ട് വൈകുന്നേരമല്ല പിന്നെ കിട്ടണം. പിന്നെ അതിന് ശ്രീകുട്ടനൊന്നും ഇവിടെ ഉണ്ടായാലും അവർ കൊടുത്താലും വലിയ നോട്ടമൊന്നും ഉണ്ടാവില്ല അത്ര. ഞാൻ വരുമ്പോൾ തന്നെയാണ് അവർ കഴിക്കുക. അപ്പോൾ പിന്നെ അവർക്ക് വേഗം കൊടുക്കണം. അപ്പം ഞാൻ വേഗം മുട്ട പുഴുങ്ങാൻ വയ്ക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്രസ്സ് മാറാൻ തന്നെ പോയത് കേട്ടോ. സമാധാനമില്ല എനിക്ക്, ശ്രീകുട്ടൻ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ ഭയങ്കര സമാധാനക്കേടായിരുന്നു. ശരിക്കും പറയാൻ വെച്ചാൽ ഓരോ പപ്സ് വാങ്ങിച്ചാലും മതിയായിരുന്നു എന്ന് പിന്നീടാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് വിശപ്പാറുമല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് ചപ്പാത്തിക്കുള്ള മാവും കൂടി എടുത്ത് ഇന്ന് ഞാൻ കുറച്ച് മൈദ കേട്ടോ ചേർത്തുള്ളൂ. ഇന്നാൾ ഞാൻ പകുതിയല്ല ചേർത്തിട്ട് ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ ഒരു 1/4 ഭാഗമൊക്കെ മൈദയാണ് ഈ ഗോതമ്പ് പൊടിയിൽ ചേർത്തിട്ട് കുഴപ്പമില്ലാത്ത അടിപൊളി ചപ്പാത്തി തന്നെ നമുക്ക് ഇന്നും കിട്ടിയിട്ടാണ്. ഇനി പത്തിരിയും കൂടിയും എനിക്കിതിൽ ഉണ്ടാക്കി നോക്കണം, അതാണ് എൻ്റെ ഒരു. അപ്പോൾ ഇന്ന് തിരക്ക് കൂട്ടിയിട്ടല്ലേ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കണം തന്നെ വിചാരിച്ചിരുന്നത്. പിന്നെ അതായത് വേണ്ടാന്ന് വെച്ച് പത്തിരി ആകുമ്പോൾ ചൂടുവെള്ളത്തിലൊന്ന് വാട്ടാനും കൂടി നിൽക്കുമ്പോൾ ഇത്തിരി ടൈം കൂടുതലല്ലേ. അപ്പോൾ അവൻ വിശന്നിരിക്കല്ലേ എന്ന് അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തോന്നുമ്പോഴേ ഒരു ടെൻഷൻ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചപ്പാത്തിനെ ആക്കി. പിന്നെ പൂച്ചകൾക്കൊക്കെ ചോറ് കൊടുത്ത് പോയി ഡ്രസ്സ് മാറി. പിന്നെ ഞാൻ മുട്ടക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയും നാളികേരം ഒക്കെ ഫ്രിഡ്ജ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ റെഡിയാക്കി കണ്ടിട്ട് എടുത്തു. അത് കഴിഞ്ഞതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കണ്ടിട്ട് വേഗം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1-2 ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ വിളിക്കാമല്ലോ ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ വിചാരിച്ചിട്ട് ആദ്യം തന്നെ കറി ഉണ്ടാക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കി മിക്സിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം ഞാൻ നാളികേരപ്പാലല്ല പിഴിഞ്ഞ് വയ്ക്കുന്നത്, ഇന്ന് അരച്ച് വയ്ക്കുന്നത്. വറുക്കാനായാലും കുറച്ച് ടൈം പിടിക്കില്ല. അപ്പോൾ അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളികേരം എടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ. പിന്നെ ഇത് ചെരിക്കാലും എന്താ പറയുക 2-3 മുറി നാളികേരം കുറേശ്ശെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കൊത്തിയെടുത്തിട്ടും അങ്ങനെയൊക്കെ ബാലൻസ് ആയിട്ട് കാണാണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ അത് പിന്നെ അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചങ്ങോട്ട് എഗ്സിൻ്റെ കറിയുടെ റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ല, എന്നാലൊന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രം. അപ്പോൾ അത് ആ ചീനച്ചട്ടിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൊരിയണം കേട്ടോ. അത് കാരണം അത് ആദ്യം ഇട്ട് മൊരിച്ചു. പിന്നെ സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടും. അപ്പോൾ നോക്കിയപ്പോൾ ഒരു പീസ് സവോള അരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം സ്ലൈസറിൽ വെച്ചിട്ട് അരിഞ്ഞു. അപ്പോൾ ഇത് കാണിക്കുന്ന ദിവസമൊക്കെ ഇതിൻ്റെ ലിങ്കൊക്കെ ചോദിക്കാറുണ്ട്. ഞാനപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ, നമ്മുടെ വീടുകളിലേക്ക് ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരില്ലേ, അങ്ങനെ വാങ്ങിച്ചതാണ്. അടിപൊളി സാധനം, 5 വർഷമായിട്ട് എൻ്റെ കയ്യിലത്. അപ്പോൾ ചിലവർക്കെങ്കിലും അതിലരിയാൻ ഭയങ്കര പേടിയാന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓഫീസിലൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ അരിയുമ്പോൾ അവസാനം വിരലും കൂടി പെട്ടെന്ന് അങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവസാനമാകുമ്പോൾ നമ്മളൊന്ന് സ്ലോ ആക്കുക, ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ.
അപ്പോൾ മൂടി വെച്ച് ഉള്ളിയും ഇതൊക്കെ വഴറ്റിയപ്പോൾ പെട്ടെന്ന് തന്നെ ആയി. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും ഇത്തിരി മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വഴറ്റി പിന്നെ നമ്മൾ നാളികേരം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചതാക്കി കൊടുക്കുക. ഓവർ എന്താ പറയുക വെള്ളം പോലെ ആക്കിയാൽ ഈ ചാറ് അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മുന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞ് ഇത്തിരി കട്ടിയില്ല ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ അത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മുട്ടേനെ എടുത്തിട്ട് തോല് പൊളിച്ച് അതൊന്ന് മുറിച്ചെടുക്കണം. അപ്പം ഞാൻ ഇപ്പോഴാണ് കേട്ടോ കുക്കർ തുറന്നത്. അപ്പോൾ മുട്ടയൊക്കെ നല്ല വെന്ത് കറക്റ്റായിട്ട് പൊട്ടി പോവാണ്ടും ഒക്കെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പം മുട്ട പുഴുങ്ങുമ്പോൾ ഒരു ഇത്തിരി വിനാഗിരിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു വിസിലടിച്ച് അതിൻ്റെ ചൂട് പോണ വരെ അവിടെ ഇട്ടാൽ മതി. പിന്നെ കുക്കറിൽ ചെയ്യുമ്പോൾ കുക്കറൊന്ന് കളറ് മാറും കേട്ടോ മുട്ട ഒക്കെ ആകുമ്പോൾ. അപ്പോൾ ചിലവരൊക്കെ ചട്ടിയിലൊക്കെ പുഴുങ്ങണം ഞാൻ കണ്ടിട്ട്, പാത്രത്തിൻ്റെ കളറ് നമ്മുടെ യൂട്യൂബിലൊക്കെ കേട്ടോ കളറ് മാറാതിരിക്കാനായിട്ട്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്, അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ മല്ലിയിലയും കൂടി ഇട്ട് അത് ഓഫാക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണ പരിപാടി തുടങ്ങിയിട്ടാണ്. അപ്പം ഞാൻ ബോളുകളാക്കി വെച്ചാലാണ് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അത് കാരണം കൊണ്ട് ബോളുകളാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൈമ ഇത്തിരി മെഴുക്ക് പറ്റാൻ ഇത്തിരി ലൂസിൽ വേണം നമ്മൾ ഈ പൊടി കുഴയ്ക്കാനായിട്ട് ഇതിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് കയ്യിൽ ഇത്തിരി മെഴുക്ക് പറ്റി 2-3 പ്ലേറ്റ് എടുത്തിട്ട് നിരത്തി അങ്ങനെ വെച്ചു. ഇത്തിരി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നാളെ രാവിലത്തേക്കും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ചോറ് വേണ്ടാന്ന്, ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളേക്ക് ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കി തന്നോളോ, ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ, അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഇത്തിരി ചെറുതായിട്ടൊന്ന് ലൂസാവണം. നമ്മൾ പരത്തണ പോലെ അത്ര ടൈറ്റിൽ ഇത് കുഴയ്ക്കാൻ പാടില്ല. എന്നിട്ട് ഇതാ കുറേശ്ശെ അതേപോലെ തന്നെ പരത്തണ പോലെ നന്നായിട്ട് പൊടി ആക്കിയിട്ടല്ലേ പരത്തുക. അപ്പോൾ ഇതിൽ ഒരു തരി പൊടിയാക്കണ്ടോ. എന്നിട്ട് നടുവിൽ തന്നെ വെച്ചിട്ട് നടുവിലല്ല ഇത്തിരി ചെരിച്ചിട്ട് ആ ശബ്ദം അങ്ങനെ വരും കേട്ടോ. പിന്നെ ഒന്ന് മറിച്ചിട്ട് ആ മറിച്ചിട്ട ഭാഗത്ത് കുറേശ്ശെ ചെറിയ കുമിളകൾ ആവുമ്പോൾ നമ്മൾ വീണ്ടും മറിച്ചിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് പൊന്തിക്കോളൂ കേട്ടോ. അപ്പോൾ പൊന്തുന്നത് കൂട്ടുകാർക്ക് വീഡിയോയിൽ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പൊന്തുന്നുണ്ട് കേട്ടോ അത് തന്നെ. പിന്നെ വല്ലാണ്ട് പൊന്തി നീർന്നൊന്നും പോവില്ല, എൻ്റെ അങ്ങനെ പോണില്ല. ഈ പറഞ്ഞ മാതിരി മൈദയിലാകുമ്പോൾ അങ്ങനെ പോവും, പക്ഷെ ഗോതമ്പാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെ എടുത്തു വെച്ചവർ ഇങ്ങനെ ഇത്തിരിശയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടൊക്കെ നമുക്ക് കിട്ടും. ആദ്യം നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ ശരിയാവുമൊന്നുമില്ല. ഞാനിപ്പോൾ കുറേ നാളായിട്ട് നൂലപ്പം ഉണ്ടാക്കാറില്ല. ഇപ്പം എനിക്ക് നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര വലിയ പണിയായിട്ട് തോന്നുന്നു. പക്ഷെ നമ്മൾ കുറേ നാളായിട്ട് ചെയ്യാറില്ല. അതുകൊണ്ടാണ്. പണ്ട് പിള്ളേർ ചെറുതായിരിക്കുമ്പോൾ മിക്ക ദിവസവും ഞാൻ നൂലപ്പം ഉണ്ടാക്കും. എനിക്കതൊരു പണിയായിട്ട് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ നമുക്കത് എന്നും ഉണ്ടാക്കുമ്പോൾ അത് ഈസി ആവണം. അതേപോലെ തന്നെയാണ് എന്ത് കാര്യം കേട്ടോ. ദിവസം ചെയ്യുമ്പോൾ അത് പതുക്കെ ഈസിയായി മാറും കേട്ടോ. അങ്ങനെ 2 ഞാൻ കാണിച്ചിട്ടുണ്ട് ഉണ്ടാക്കണത്. പിന്നെ ഞാനതൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. പിന്നെ കഴിയുന്നവരെ കാണിക്കാൻ പറ്റില്ല, കൂട്ടുകാർക്ക് ഭ്രാന്താക്കണ്ടേ ഞാൻ. പിന്നെ ഞാൻ ഇന്നലെ വെറൈറ്റി വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൽ കമൻ്റ് ഇട്ടതിൽ വീഡിയോയിൽ പറഞ്ഞതിന് കുറേ കൂട്ടുകാരികൾ നമുക്ക് അനുകൂലമായിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ ജീവനെന്നെ വിളിച്ച് സംസാരിച്ചു, ഇങ്ങനെയൊന്നും വിഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, സിനി വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. അങ്ങനെ ഭയങ്കര സപ്പോർട്ട് എനിക്ക് തരുന്ന പോലെ എൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആയ പോലെയൊക്കെ തോന്നിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് താങ്ക്സ്. പിന്നെ അങ്ങനെ മുട്ടക്കറിയും എല്ലാവരുടെയും ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതിനിടയ്ക്ക് ചേട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ പിള്ളേരൊക്കെ പോയി. പിന്നെ ഞാനും ചേട്ടനും കൂടി അവിടെ ഇരുന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രാവിലത്തെ കട്ടൻ ചായ ഉണ്ട്. അപ്പോൾ അതും കൂടി എടുത്ത് കണ്ടിട്ട് ചൂടാക്കാനൊന്നും പോയില്ല. എനിക്ക് ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ, അത് കാരണം ചൂടാക്കാനൊന്നും പോയില്ല. അങ്ങനെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇനി നാളെ രാവിലെ 9 മണിക്ക് വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.